നമ്മൾ തർക്കിക്കണ കാര്യം എടുത്തു നോക്കിയാൽ വളരെ നിസ്സാരമാണ്. KSRTC ബസ്സിൽ 50 പൈസ ബാക്കി കിട്ടാത്തതിന് തിരക്ക്. ഉദാഹരണം എടുത്തോളി. KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് 50 പൈസ സ്വതക്ക കൊടുക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. അങ്ങനെ നല്ല നിയമമുണ്ടോ? അതെന്താണ് സദക്കന്റെ അളവിൽ കൊടുത്തു വേണ്ടി? അപ്പോൾ അങ്ങനെ എല്ലാവർക്കും 50 പൈസ കൊടുക്കാൻ അങ്ങനെ ബാഗിലെടുത്ത് നടക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? നമുക്ക് എന്താ 50 പൈസ സദക്കാക്കി എന്തെങ്കിലും പറ്റുമോ? എന്നിട്ട് അതിന് തിരക്കൂല. ടിക്കറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു കേസ് കൊടുക്കാൻ പോവാ. 50 പൈസക്ക് ആണ് സദക്കാക്കിയാൽ പോരെ. മനുഷ്യൻ തർക്കിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. തിരക്കൂടിനെ എന്നിട്ട് കുറെ വർത്താനം പറഞ്ഞ ഓന് തോന്നുന്നു ഞാൻ വലുതായി. അല്ല ചങ്ങായി, ഇത് ചെറുതായി. അങ്ങനെയുള്ള സംഗതി. കുറച്ച് വർത്താനം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഞാൻ ഇപ്പൊ വലുതായിക്കാണ് എന്ന്. അല്ല, സംഗതി ചെറുതായിക്കാണ്. വർത്താനം പറഞ്ഞാൽ ചെറുതാകുകയുള്ളൂ, ഒരിക്കലും വലുതാവില്ല. പഞ്ചായത്ത് റേഡിയും വലുതാവില്ല, ചെറുതാകുകയില്ല. കുറെ വർത്താനം പറഞ്ഞ വലിയ സംഭവം നമ്മളെ വിചാരം ഇല്ലേ. എത്രത്തോളം മിണ്ടാതിരിക്കണോ അത്രത്തോളം വലിയ സംഭവം അതന്നെ. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ വലിയ വിവരം വേണം. മിണ്ടാതിരിക്കാൻ വലിയ വിവരം വേണം. വർത്താനം പറയാൻ അത്ര തന്നെ വിവരം വേണ്ട. ചെറിയ ചെറിയ വിവരങ്ങൾ തന്നെ ധാരാളമായിരിക്കും. നിറകുടം തുളുമ്പൂല എന്നാണ്. അരക്കുടാണ് തുളുമ്പുക. നിറകുടമായിരിക്കണം നമ്മൾ. തുളുമ്പാൻ പാടില്ല. എല്ലാ വിഷയവും പറയേണ്ട സ്ഥലമുണ്ട്, അവിടെ പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റാത്തടത്ത് പറയാൻ പാടില്ല. എല്ലാതും പറയാനുള്ളതല്ല, എല്ലാതും അറിയാനുള്ളതല്ല, എല്ലാ കാര്യവും അറിയാനുള്ളതല്ല. വിവരാവകാശ നിയമം വന്നതിന് ശേഷം നമുക്ക് തോന്നിയതാണ് എല്ലാതും അറിയാനുള്ളതാണ്. എല്ലാതും അറിയാനുള്ളതല്ല. അറിയുന്നതെല്ലാം പറയാനുള്ളതുമല്ല, ചിലത് പറയാതിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കണം. മൻ സ്വമത നജാ ഹബീബുനാ റസൂലുള്ളാഹി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരുന്നവന് രക്ഷപ്പെടുന്നതാണ്. ഏറ്റവും വലിയ രക്ഷാമാർഗം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. മൗനം വാചാലമാക്കുക എന്നുള്ളതാണ്. മൗനം ദിക്റാണ്. ശരിക്കും മൗനം ദിക്റാണ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റകഅ ഹബീബുനാ റസൂലുള്ളാഹി. ഒരു മണിക്കൂർ, സായത്തിന് മണിക്കൂർ എന്നർത്ഥമുണ്ട്. ഒരു മണിക്കൂർ ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ ആലോചിച്ചങ്ങാണ്ട് മിണ്ടാതിരിക്കൽ ഖൈറും മിൻ അൽഫി റകഅ, 1000 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാൻ. മറ്റുള്ളവരുടെ ന്യായത്തെ നമ്മൾ അറിയാതിരിക്കുകയും നമ്മുടെ ന്യായത്തെ അറിയുകയും ചെയ്യും. അവിടെ നിന്നാണ് തർക്കം വരാം. മറ്റുള്ളവരുടെ ന്യായത്തെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ വേറെ ആൾക്ക് മാർക്ക് ഇടുന്നത് നമ്മളെ മാനദണ്ഡം വെച്ചിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതന്നെയാണ് വയത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇനി എപ്പോഴാ ഇയാൾ വയത് തുടങ്ങാന്നാവുമെന്ന് വിചാരിക്കണ്ട. ഇതന്നെയാണ് വയത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനം തന്നെയാണ് വയത് എന്ന് പറഞ്ഞ സംഗതി. അപ്പൊ ഇനി വേറെ വരാനില്ല. ഇതന്നെ ഇങ്ങനെ കൈയ്യ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാണ് ഈ പറഞ്ഞ എന്താന്നുള്ളത്. നമ്മളെ ന്യായം വെച്ചിട്ട് വേറൊരാളെ തൂക്കയ്യ, അയാളെ ന്യായം വെച്ചിട്ട് തൂക്കില്ല. ഇപ്പൊ ഒരു കുട്ടി നിസ്കരിക്കാന്ന് വിചാരിച്ചോളി, കാലിന്റെ വിരല് നേരെ വെക്കാതെ അങ്ങനെ വെച്ചു. എന്ത് നിൽക്കാരപ്പ എവിടുക്കാപ്പ അങ്ങനെയൊക്കെ നിൽക്കിച്ചെത്ത? ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. എന്തേ നമ്മളെ വിവരം വെച്ചിട്ട് ആ കുട്ടി നടന്നതാണ്. ഓന്റെ വിവരം വെച്ചിട്ട് അതന്നെ ധാരാളം. ഇവിടെ എന്താ സംഭവിക്കണത്? നമ്മളെ വിവരം വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ അളക്കണത്. അത് പറ്റൂലല്ലോ. നമ്മളെ ന്യായം വെച്ചോ നമ്മുടെ വിവരം വെച്ചോ ഒരാൾ അളക്കാൻ പാടില്ല. അയാളുടെ ന്യായവും അയാളുടെ സ്ഥാനവും അയാളുടെ വിവരവും വെച്ചിട്ട് അയാളെ അളക്കണം. അപ്പോഴാണ് അയാൾ മുത്തക്കയാണോ അല്ലേന്ന് കിട്ടുള്ളൂ. എല്ലാ കാലത്തും മുത്തക്കയുണ്ടോ? റമദാൻ നോമ്പുകൊണ്ട് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം 4 എണ്ണമാണ്. 1 തഖ്വ, 2 തവക്കുൽ, 3 സബ്ർ, 4 ഈമാൻ. 4 കാര്യങ്ങളാണ് നോമ്പുകൊണ്ട് കൂടേണ്ടത്. എല്ലാ കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാവും. മുത്തഖീങ്ങളില്ലാത്ത ഒരു കാലം ഉണ്ടാവില്ല. പക്ഷെ എല്ലാ കാലത്തെയും മുത്തഖീങ്ങൾ ഒരുപോലെ ആയിരിക്കൂല. ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ വാട്സാപ്പിൽ ഇങ്ങനെ വല്ലാതെ അയക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് മൂലയന്മാര് ടിവിക്കെതിരായിരുന്നു, വീഡിയോക്കെതിരായിരുന്നു. കല്യാണത്തിന് വീഡിയോ എടുത്താൽ ബദരീതുണ്ടാക്കിയിരുന്നു. ഇപ്പത്തൊക്കെ മൂലയന്മാര് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാണ്. എനിക്ക് സ്വന്തമായിട്ട് ചാനലൊന്നും ഇല്ല കേട്ടോ. സ്വന്തം ചാനലില്ല. ഇതിന്റെ പ്രസംഗം ഏത് ചാനലിലേക്കും കൊടുക്കാം എന്ന അനുമതിയാണ്. ആർക്കും ആണെങ്കിലും കൊടുക്കാം. കൊടുത്തത് തന്നെ പിന്നെയും കൊടുക്കാം, കട്ട് ചെയ്തിട്ടും കൊടുക്കാം, പീസാക്കിയിട്ടും കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അതിന് ട്രോളിങ് ആണ്ടും കൊടുക്കാം. ഒരു വിരോധമില്ല, ഒരു പ്രശ്നമില്ല. സ്വന്തമായിട്ട് ചാനൽ എന്താ പറയാൻ കാരണം? എന്താ നിങ്ങൾ സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാവുന്നതിന് ഞാൻ എതിരല്ല എന്ന് പറയാനാണ്. ഇല്ല, പക്ഷെ ഞാൻ എതിരില്ല. എന്തുകൊണ്ട്? എല്ലാ കാലഘട്ടത്തിലെയും തക്കവരമായില്ല.
എല്ലാ സ്ഥലത്തെയും തഖ്വ ഒരേമാതിരിയല്ല, എല്ലാ സമയത്തെയും തഖ്വ ഒരേമാതിരിയല്ല, വ്യത്യാസപ്പെടും. ഇപ്പൊ നമ്മോടൊരാൾ പറഞ്ഞു വിചാരിക്കുക, ഒരു പള്ളി, ഒരു പറമ്പ്, നല്ലൊരു കൃഷി നടക്കുന്ന ഒരു പാടം. ആ പാടത്ത് ഒരാൾ പറഞ്ഞു നല്ലൊരു വീതിയുള്ള ഒരു വരമ്പുണ്ട്. ഒരാൾ പറഞ്ഞു അവിടെ ഈ വരമ്പിന് നടക്കരുത് കേട്ടോ, കാരണം ഞാൻ മിഞ്ഞാന്ന് പോരുമ്പോ അതിന്റെ നടുക്ക് ഒരു ചെറിയ കിണർ, അത് ആ കിണറിനോട് ചാരിയിട്ട് അവിടെ ഒരു വലിയ മട ഉണ്ട്, അതിലൊരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ അയിക്കൂടെ പോരുതിട്ടോ എന്ന് പറഞ്ഞു വിചാരിക്കാം. വിശ്വസ്തനായ ഒരാൾ. എന്നാ തഖ്വ പോകാതിരിക്കണം, തഖ്വ ആ വൈക്ക് പോകാതിരിക്കണം. പക്ഷെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കുടിച്ചാൻ വെള്ളം വേണ്ടേ, അത് ആ വരമ്പ് കൂടെ പോയിട്ട് അപ്പുറന്ന കൊണ്ടുവരണ്ടേ. പെരുന്നാളല്ലേ, തുണിപ്പായം വേണ്ടേ, കുട്ടികൾക്ക് പോണ്ടി വരൂലേ, തഖ്വ വേറെ ആവും. പോകാതിരിക്കലും ഒന്നാമത്തെ തഖ്വ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ പോണ്ടി വരൂലേ, അതിനെന്താട്ട പോകുമ്പോഴുള്ള തഖ്വ വേറെയാണ്. അതെങ്ങനെ വെച്ചാല് ആ കുളത്തിന്റെ അടുത്ത് ഇങ്ങനെ എത്തുമ്പോ അവിടെയുള്ള ആ മട ഉള്ളത് അവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ ഇല ഇളകാതെ ഇങ്ങനെ പൊണ്ടി വരും, ഇളകാതെ. പോയതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എങ്ങനെ കാലം എവിടെ തട്ടിയിട്ട് വെച്ചുണ്ടായി, പാമ്പും കണ്ട് ചാടി. എന്നാ തഖ്വ മാറും. അടുത്ത തഖ്വ, അടുത്ത തഖ്വ നല്ല മടക്കനമെന്ന് പറ്റിയ ഒരു വടിയെടുക്കുക. വടിയെടുത്തിട്ട് ഒറ്റ തല്ലിന് പടങ്ങെടുത്താകണം. രണ്ടാമത്തെ അടിക്ക് ബാക്കി ഉണ്ടാകരുത്. ഒന്നാമത്തെ അടി കുലുക്കണ് കൊണ്ടിട്ട് പടങ്ങെടുത്താകണം, ആ കോലത്തിൽ അടിക്കണം. ഇതന്നെ തഖ്വ. അടിച്ചതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, കൊണ്ടത് സൈഡില്ല. വടിമക്കൂടി കൊണ്ട് കയറിയാല് തഖ്വ അങ്ങോട്ട് മാറും. വടിയും പാമ്പ് കൂടി ഒറ്റ ഏറാണ്ട് എറിഞ്ഞുകാണ്ട് ആ അടക്കണം നിങ്ങളെ മുണ്ടി മക്കളും നമ്മളോട് പോരലാണ് അടുത്ത തഖ്വ. എല്ലാ കാലത്തെയും തഖ്വ ഒരേമാതിരിയല്ല, എല്ലാ കാലത്തെയും ഈമാൻ ഒരേമാതിരിയല്ല. 2022 ഏപ്രിൽ 24 മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധാക്കി. 2021 ആൾക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ മുൻഗാമികൾ 21 ജീവിച്ച ആൾക്കാർ 2021, 98, 95, 50 കൂട്ടിക്കൊണ്ട് നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധാക്കിയത് എന്തിന്? ഓല അന്നത്തെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങക്കും ഞാനിതാ നോമ്പ് നിർബന്ധമാക്കുന്നു നിങ്ങളെ ഇന്നത്തെ മുത്തഖിയാക്കാൻ വേണ്ടിയിട്ട്. 2022 ഏപ്രിൽ 24 മുത്തഖീങ്ങളാവണം നമ്മള്. ഏത് കാലം? ടൗസറിട്ട് കണ്ട് അങ്ങാടി കൂടെ നടക്കുന്ന ഈ കാലത്തെ മുത്തഖിയാവണമെന്ന് മനസ്സിലല്ലേ പഠിച്ചോനെ. അച്ചാറ് തിന്നണ കാലത്തെ മുത്തഖിയായി ജീവിക്കണം എന്ന്. ഞങ്ങളവിടെ ഉണ്ട് അച്ചാറും പാടം നമ്മുടെ സ്ഥലം പുതിയ ഉണ്ടായതാണ്. ഒക്കെ ഫുള്ള് നോൽ പറഞ്ഞാൽ പിന്നെ അച്ചാറാണ്. ആ സോഡ കുടിക്കണ കാലത്തെ മുത്തഖി, ആ ടർഫിന്റെ കാലഘട്ടത്തില് മുത്തഖിയായി നിങ്ങൾ ജീവിക്കണം. അതിനാണ് നിങ്ങൾക്ക് ഏത് തന്നത്? നോൽമ്പ് തന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ കാലത്തെ മുത്തഖീങ്ങളാണ് നമ്മൾ. അതന്നെ എല്ലാ കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാവും. മുത്തഖീങ്ങളില്ലാത്തൊരു കാലത്ത് ഖിയാമത്ത് നാളേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും മുത്തഖീങ്ങളുണ്ട്, എല്ലാ കാലത്തും ഈമാനുള്ളവരുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളുണ്ട്, എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുണ്ട്. കാലഘട്ടക്കാകെ ഫസാദായി എന്ന് ശൈത്താന്റെ വർത്താനാണ്. എന്തിനാണ് പറയണത്? ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നേരെ ആവൂല എന്ന് തോന്നിയാൽ നമ്മളൊന്നും ചെയ്യൂല അതിന് വേണ്ടിയിട്ട്. അങ്ങനെയൊന്നല്ല, കാലഘട്ടം കേടൊന്നിട്ടൊന്നുമില്ല. കാലഘട്ടമൊക്കെ വളരെ ഉഷാറാണ്, ഒരു കുഴപ്പമില്ല. ഞമ്മക്ക് എന്തേലും കേടുണ്ടാവുന്നേ ഉള്ളൂ, അത് മാറ്റിയാൽ മതി. കാലത്തിനല്ലല്ലോ കുഴപ്പമുള്ളത്, നമ്മക്കാണ് കുഴപ്പമുള്ളത്. തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ കാലത്ത് 2022 മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. വർത്താനം നിയന്ത്രിച്ച് കിട്ടിയാലൊക്കെ നിയന്ത്രണമായി. മനുഷ്യൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആരെന്ത് പറഞ്ഞാലും എതിര് പറയാന്നുള്ളതാണ്. ഒരാളിപ്പോ പകലാണ് എന്ന് പറഞ്ഞാല് പകലോ രാത്രിയാണ് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മളെ പോലെ. എന്നാ ഒരാളിപ്പോ രാത്രിയാണ് പറഞ്ഞാലോ രാത്രിയോ പകലാണ്. ഏത് വിഷയം പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ തിരക്കൂടാം, തർക്കിച്ചുകൊണ്ടിരിക്കാം. ഒരു മൂലയൊരു വയത് പറഞ്ഞാൽ നമുക്ക് പറ്റൂല, ഒന്നും പറ്റൂല. അതിനൊക്കെ നമുക്ക് നമ്മളതായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തർക്കിക്കാതിരിക്കുക എന്നത് വലിയൊരു ഗുണമാണ്. എന്നാൽ തന്നെ നാവിന് വലിയ നിയന്ത്രണം കിട്ടും തർക്കം ഒഴിവാക്കിയാൽ തന്നെ. നമ്മൾ സംവാദങ്ങളൊക്കെ കാണും. പിന്നെ
വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ചാനൽ ചർച്ച. എന്താണ് സാധനം? തർക്കം കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. തർക്കം കേൾക്കാൻ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ തർക്കിക്കാണ്. മിക്കവാറും രണ്ടുകൂട്ടർക്കും അറിയാം ഞങ്ങൾ രണ്ടുകൂട്ടരും പറഞ്ഞത് ശരിയല്ല. വെറുതെ ന്യായം പറയുന്നത്, വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ന്യായം ഇങ്ങനെ ഉണ്ടാക്കും. ഇതിങ്ങനെ പറയുന്നത് ഇങ്ങനെ തന്നെ സംഗതി. ഇത് നമ്മൾ പെരയിലുണ്ടാ പരിപാടി. എന്ത് വിഷയമാണെങ്കിലും അതിനൊക്കെ ഇങ്ങനെ ന്യായം പറഞ്ഞു കാണും, തർക്കിക്കാണ്. വിഷയങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ന്യായം പറയുക എന്നതിൽ ഒരു പ്രസക്തിയില്ല. ന്യായം ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് വിവരം രണ്ട് തരത്തിലാണ്. ശ്രദ്ധിക്കുക, വിവരം രണ്ട് തരത്തിലാണ്. ഒന്ന് തഅബ്ബുദിയായ വിജ്ഞാനം, മറ്റൊന്ന് ഇലാലിയായ വിജ്ഞാനം. അങ്ങനെ വിജ്ഞാനങ്ങൾ, വിവരങ്ങൾ രണ്ട് തരത്തിലാണ്. തഅബ്ബുദി, ഇലാലി. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ അതൊരു പിന്തുടർച്ചയാണ്. ഇലാലി എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. മൂത്രമൊഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല. ഉദാഹരണം എന്തേ? മൂത്രമൊഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിന്റെ ഫോഴ്സ് മൂത്രാശയത്തിലേക്ക് ചെല്ലണം. അപ്പോഴാണ് മൂത്രം കൃത്യമായി പുറത്തേക്ക് വരിക. സംസാരിച്ചാൽ വായുവിന്റെ ഫോഴ്സ് മുകളിലേക്കാണ് വരിക. അപ്പൊ മൂത്രം ശരിയായ രൂപത്തിൽ പോകൂല. മൂത്രം ശരിയായ രൂപത്തിൽ പോയില്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടാവും. അത് പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അത് പിന്നെ പ്രശ്നമാകും. അങ്ങനെ ഭയങ്കര കച്ചറയാവും. അതുകൊണ്ട് മൂത്രിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായി? ഇതിന് തൈലീലിയായ വിജ്ഞാനം എന്നാണ് പറയാം. അതേ സമയത്ത് പള്ളിയിൽ വർത്താനം പറയാൻ പാടില്ല. പള്ളിയിൽ വർത്താനം പറഞ്ഞാൽ എന്താ? തലകുത്തുണ്ടാവും, തലവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, ആരോഗ്യപരമായിട്ട് വല്ല കുഴപ്പമുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. എന്നാലും പറയാൻ പാടില്ല. എന്തേ? അള്ളാഹു ആലം. ഇതിനാണ് തഅബ്ബുദിയാണ്. ഇതിൽ തോന കൂലി അതിനെ കിട്ടുക. തഅബ്ബുദിയായ അമലുകൾക്കാണ് തോന കൂലി. എന്തിനാണ് എന്നറിയാത്ത കാര്യത്തിനാണ് കൂടുതൽ കൂലി അള്ളാഹുവിൽ നിന്നുള്ളത്. തഅബ്ബുദിയായ വിജ്ഞാനം. അപ്പൊ എല്ലാറ്റിന്റെയും ന്യായം അറിയണമെന്നില്ല. അറിയണത് അറിഞ്ഞോ, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. ന്യായം അറിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ല. തഅബ്ബുദിയായ വിജ്ഞാനത്തിനാണ് കൂടുതൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമുള്ളത്. എന്താണ് ഇതിന്റെ ന്യായം എന്നറിയാത്തത്, അതിനെന്നെയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്നത്. അതിനാണ് കൂടുതൽ കൂലിട്ടുന്നത്. പക്ഷെ ഇത് പഠിത്തത്തിൽ നിന്നുള്ള ഒളിച്ചുപോട്ടാവാനും പാടില്ല. പഠിക്കാതിരിക്കാനുള്ള വർത്താനോട്ടാവാനും പാടില്ല. അങ്ങനെ പഠിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചാല്, നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് വെച്ച് മറ്റൊരാളെ വിലയിരുത്തുന്നു. ഞാൻ ഉദാഹരണം പറയാം. ഒരാളുടെ തുണി നെരിയാണ്ട് താഴെയാണെന്ന് വിചാരിക്കാം. ഒരാളെ തുണി നെരിയാണ്ട് താഴെയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, നരകത്തിലെ വിറക് പോകുന്നുണ്ടല്ലേ, നല്ല ഉണങ്ങി വറക, നല്ലോണം കത്തും, നടക്കങ്ങനെ. ഒരാളുടെ തുണി നെരിയാണ്ട് താഴെ. നമ്മളിങ്ങനെ വിചാരിക്കണോ നരകത്തിലെ വറക പോകണം. സംഗതി ഹദീസിലുള്ള എന്താണ്? മൻ ജറ ഇസാറഹു ഖുയലാ ഫൽയതബവ്വ മഖാദഹു മിനന്നാർ എന്നാണ് ഹദീസിലുള്ളത്. മൻ ജറ ഇസാറഹു ഖുയലാ, നിങ്ങളിൽ നിന്ന് ഒരാൾ വസ്ത്രത്തെ അഹങ്കാരിയായി നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ചാൽ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്ത് കൊള്ളട്ടെ എന്നാണ് ഹദീസ്. അഹങ്കാരിയായി എന്നുണ്ട് ഹദീസില്. ഇത് വേറൊരാൾക്ക് അറിയണമല്ല. ഇത് ഓന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇപ്പൊ എന്തിനാ തുണി താത്തിട്ടത്? പക്ഷെ താത്തിടാൻ പാടില്ല കേട്ടോ. എന്തുകൊണ്ട്? അത് മുസ്ലിം സംസ്കാരത്തിനെതിരാവും. അതുകൊണ്ട് താത്തിടാൻ പാടില്ല. മസ്അല വേറെയാണ്, എന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറെയാണ്. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നാളെ മുതൽ നമുക്ക് താത്തിടാനല്ലോ എന്ന് തീരുമാനിക്കരുത്. നാളെ മുതൽ നമ്മൾ താത്തിടാൻ തീരുമാനിക്കാൻ പറ്റൂല. ഹുക്മ് വേറെയാണ്, അദബ് വേറെയാണ്. അദബ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിങ്ങൾക്ക് അവരുടേതായ സംസ്കാരമുണ്ട്. ആ സംസ്കാരമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സംസ്കാരം ചെയ്യാൻ പറ്റൂല. അത് മസല നോക്കിയിട്ടൊന്നും പറ്റൂല. അപ്പോ ആ സംസ്കാരവും ആ അദബും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കാം, ഒരാൾക്ക് നഖം ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. അതിന്റെ അടിയത്തെ ചളിയൊക്കെ നല്ല എല്ലാ ദിവസവും കളഞ്ഞു വൃത്തിയാക്കും. അപ്പൊ നിസ്കാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല ചളിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കുകയാണെങ്കിൽ നഖം വളർത്തല് ഹറാമുണ്ടോ? ഹറാമുമില്ല. എന്നാലോ വളർത്താൻ പറ്റുമോ? ഇല്ല. അത് ഒരു സംസ്കാര ശൂന്യനാവും. നഖം ഇങ്ങനെ നീട്ടി വളർത്തിയാൽ 40 ദിവസം വരെ ഒന്നും കുഴപ്പമില്ല. 40 കഴിഞ്ഞാല് കറാഹത്തായാല് ഓന്റെ എല്ലാ അമലിനെയും ആ കറാഹത്ത് ബാധിക്കും. നമ്മൾ വിചാരിക്കും കറാഹത്ത് പറഞ്ഞാൽ അത് കറാഹത്തല്ലേ ഉള്ളൂ.
കറാഹത്തായാല് ഓൻ നിസ്കരിച്ചത് ആ കറാഹത്തിലാണ്, ഓന്റെ നോലമ്പിലും ആ കറാഹത്തുണ്ട്, ഓന്റെ സ്വതക്കയിലും ആ കറാഹത്തുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അത് കറാഹത്തല്ലുള്ളൂ കോട്ടയം പോവൂല. ഈ കറാഹത്ത് ഓന്റെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവും. ഓൻ ഖുർആൻ ഓതുമ്പോഴും തന്നെയാണ് ഈ കറാഹത്ത് തന്നെയാണ്, ഓൻ നിസ്കരിച്ചുമ്പോഴും ഈ കറാഹത്ത് തന്നെയാണ്, ഓൻ നോമ്പ് എടുക്കുമ്പോഴും ഈ കറാഹത്ത് തന്നെയാണ്, ഓൻ ഉംറക്ക് പോകുമ്പോഴും ആ കറാഹത്ത്, ഓന്റെ ഉമ്മാനെ നോക്കുകയാണ് അത് ഈ കറാഹത്ത് തന്നെയാണ്. അപ്പൊ കറാഹത്തല്ലേ, അപ്പൊ വരാൻ പറ്റുമെന്ന് വിചാരിക്കണം നിർവാഹമില്ല. പക്ഷെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ മാനദണ്ഡം വെച്ച് വിലയിരുത്തരുത്. അപ്പൊ ഒരാള് നെരിയാണിക്ക് താഴെ തുണി വസ്ത്രം വലിച്ചിഴച്ചാൽ നമ്മളെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോ അഹങ്കാരിയായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മള് അത് നിങ്ങൾക്ക് പറയാൻ ശേഷം മടി ഉണ്ടാവും. നമ്മളെ മാനദണ്ഡം വെച്ചിട്ട് നമ്മള് അളക്കുമ്പോ എന്തെന്നെയാണ്? അഹങ്കാരി തന്നെയാണ്. പക്ഷെ അയാളെ മാനദണ്ഡം വെച്ച് അളന്ന് നോക്കുമ്പോ അയാൾക്ക് നെരിയാണിമ കുരുണ്ട്, അത് ആൾക്കാർ കാണരുത് എന്ന് കരുതി താത്തിട്ടതാണ്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലോ അയാൾ അറിയാതെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായപ്പോൾ നെരിയാണിക്കതായ താന്നു പോയതാണ്. അല്ലെങ്കിലോ അയാളുടെ തുണി വീതിയേറിയതുകൊണ്ട് എടുത്തിട്ട് നിൽക്കായിട്ടാണ്. ഇതൊന്നും അഹങ്കാരല്ല, ചെയ്യാൻ പറ്റൂല. അത് വേറെ കാര്യം. എന്തുകൊണ്ട്? മുസ്ലിം സംസ്കാരത്തോട് യോജിക്കാത്തതുകൊണ്ട്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, വിലയിരുത്താൻ പാടില്ല. ഈ വിലയിരുത്തലാണ് തർക്കത്തിന്റെ കാരണമാകുന്നത്. നമ്മുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാളെ വിലയിരുത്തുന്നു. അയാളെ മാനദണ്ഡം വെച്ചിട്ട് വിലയിരുത്തണം. അയാൾ ആരാണ്, അയാളുടെ വിവരം എത്രയാണ്, അയാളുടെ സാഹചര്യം എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് അയാളെ വിലയിരുത്തുമ്പോഴാണ് ശരിക്കും കറക്റ്റ് കാണാൻ പറ്റുക. അപ്പൊ കുട്ടിയെ വിലയിരുത്തേണ്ടത് കുട്ടിയുടെ മാനദണ്ഡം വെച്ച്, ജോലിക്കാരനെ വിലയിരുത്തേണ്ടത് ജോലിക്കാരന്റെ മാനദണ്ഡം വെച്ച്, ആലിമിനെ വിലയിരുത്തേണ്ടത് ആലിമിന്റെ മാനദണ്ഡം വെച്ച്, ജാഹിലിനെ വിലയിരുത്തേണ്ടത് ജാഹിലിന്റെ മാനദണ്ഡം വെച്ച്, ഓരോ ആളുകളെയും അവരവർക്കുള്ള മാനദണ്ഡം വെച്ചുകൊണ്ട് വിലയിരുത്തണം. നമ്മുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് വിലയിരുത്താൻ പാടില്ല. അങ്ങനെ വിലയിരുത്തിയാൽ നമ്മൾ തർക്കിക്കും. നമ്മൾ തിരക്കും. വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ വരെ ഇന്ന് തർക്കമാണ്. പല വിഷയത്തിനും തർക്കം തന്നെ. ഔദുംകാരൊക്കെ തർക്കം, കമ്മിറ്റിക്കാർ വരിസംഖ്യ വിരിക്കായിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ തർക്കം, എല്ലായിടത്തും തർക്കം. മൊത്തത്തിൽ നമ്മൾ ഇന്ന് താർക്കികന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം, ദാക്കിറുകളായിരിക്കണം. ഇതിൽ നിന്ന് ഒഴിഞ്ഞിക്കാനുള്ള ഏറ്റവും വലിയ വഴി ദാക്കിറാവുക എന്നതാണ്. ദിക്റിൽ ഒന്നാമത്തേത് ബിസ്മി. ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ഉണ്ടായിരിക്കാം, ദാക്കിറാവാൻ പറ്റും. എല്ലാ ദിക്റുകളുടെയും അടിസ്ഥാനം തവക്കുലാണെന്ന് ഞാൻ പറഞ്ഞു. മുഴുവൻ ദിക്റിന്റെയും അടിസ്ഥാനം തവക്കുലാണ്. ദിക്റിലൂടെ തവക്കുലിലേക്കും പോകാം, തവക്കുലിലൂടെ ദിക്റിലേക്കും വരാം. ഒരാൾക്ക് തവക്കുൽ ഉണ്ടായാൽ അവൻ ദിക്ർ ചൊല്ലും, ദിക്ർ ചൊല്ലിയാൽ തവക്കുൽ ഉണ്ടാവുകയും ചെയ്യും. ദിക്ർ ചൊല്ലലുണ്ട്, ദിക്ർ പറയലുണ്ട്, ദിക്ർ ആലോചിക്കലുണ്ട്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന ദിക്റിനെ നിങ്ങൾ അധികരിപ്പിക്കണേ. മരിച്ചല്ല റബ്ബേ എന്ന് ആലോചിക്കാതെ ദിക്റാണ്. തഫക്കുറു സഅത്തിൻ, ഒരു മണിക്കൂർ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കൽ, ഖൈറും മിൻ അൽഫ റകഅ, 1000 റകഅത്തിനേക്കാൾ ഖൈറാണ്. ഖൈറും മിൻ ഖിയാമിൽ ലൈൽ എന്ന് വേറെ ഹദീസിലുണ്ട്. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ തഫക്കുർ, ചിന്ത വലിയൊരു ഇബാദത്താണ്. മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ചിന്തയെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു ദിക്റുണ്ട്, മനാഖിബുകൾ പറയുക, സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ മദ്ഹ് പറയുക എന്നുള്ള ദിക്റാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക. ഇല്ലാത്ത കറാമത്ത് ഉണ്ടാക്കി പറഞ്ഞാലും മഹാസിനാവൂല കേട്ടോ. ഉള്ള കറാമത്ത് പറഞ്ഞാൽ എന്താവുള്ളൂ? മഹാസിന് പറയലാവുള്ളൂ. ഇല്ലാത്ത കറാമത്ത് ഉണ്ടാക്കിങ്ങാണ്ട് പറഞ്ഞാൽ ഒരിക്കലും മഹാസിനാവൂല. പിന്നെ അതിൽ വേറെ ഒന്നുണ്ട്, മരിച്ചവരതേ പറയാൻ പറ്റുള്ളൂ എന്നും അതിലുണ്ട്, നല്ലതേ പറയാൻ പറ്റുള്ളൂ എന്നും അതിലുണ്ട്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഗുണഗണം പറയാന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്? മരിച്ചവരതേ പറയാൻ പറ്റുള്ളൂ എന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടും അത് ചെയ്യാൻ പറ്റില്ല. മരിച്ച നമുക്ക് പറയാം, ഏതൊരാൾ വഫാത്തായാലും പറയാം. തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ബാപ്പ വഫാത്തായി. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മദ്ഹ് പറയുക എന്നതൊരു ദിക്റാണ്. മദ്ഹേ പറയാവൂ, അതേ ദിക്റാവും. മഹാസേ പറയാവൂ, അതേ ദിക്റാവും.
മഹാസിൻ അല്ലാതെ പറഞ്ഞാൽ ഒരിക്കലും ദിക്റാവില്ല. മരിച്ചവരതേ പറയാവൂ, ജീവിച്ചിരിക്കുന്നത് പറ്റൂല. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഗുണഗണങ്ങൾ പറയുക. ഒരു വാക്ക് ഞാൻ പറയാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വാക്ക് പറയാം. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സ്വാധീനിക്കാറുള്ളത് 3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ആകർഷണീയമായ പ്രസംഗം, നല്ല അടുക്കും ചിട്ടയുമുള്ള ആകർഷണീയമായ നല്ല മനോഹരമായ പ്രസംഗം ആളുകളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും. രണ്ടാമത്തേത് താഴേക്കടയിലേക്ക് ഇറങ്ങി പോസ്റ്റർ പൊട്ടിച്ച് ബക്കറ്റ് വീഡിയൊക്കെ നടത്തി കൊടിയൊക്കെ പിടിച്ച് ഉള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും. മൂന്നാമത്തേത് നല്ല വാക്കുകൾ ഉപയോഗിച്ച് കുറിക്കുകൊള്ളുന്ന എഴുത്തുകൾ ആകർഷിക്കപ്പെടും. ഇപ്പൊ ബഷീറൊക്കെ ഉണ്ടല്ലോ, ബഷീറിന്റെ എഴുത്തൊക്കെ നോക്കിയാൽ ആളെ കണ്ടാലും ഇങ്ങനെ പീഡിപ്പിച്ചിന് മരത്തൊരു സാധനമാണ്. പക്ഷെ എഴുത്ത് ഭയങ്കരമായിട്ട് കുറിക്കുകൊള്ളുന്ന എഴുത്തുകളായിരുന്നു ആകർഷിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യർ, ഒരാള് ജനങ്ങളെ ആകർഷിക്കുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന് അടുക്കും ചിട്ടയുമുള്ള മനോഹരമായ പ്രഭാഷണം, രണ്ടാമത്തേത് കുറിക്കുകൊള്ളുന്ന ലേഖനങ്ങൾ, എഴുത്തുകൾ, മൂന്നാമത്തേത് താഴേക്കടയിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ. ഇത് 3ആണ്. എന്നാൽ ഹൈദരലി ശബ്ദങ്ങൾ അത് 3 അല്ല. അടുക്കും ചിട്ടയുമുള്ള പ്രസംഗമാണോ? അല്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ് പിന്നെ അടുത്ത വാക്ക് കുറേ ഉണ്ടാവില്ല. പള്ളിയിൽ കാണത്തിൽ ചെന്നാല് എപ്പോ ചെന്നാലും ഒരേ ഹദീസ് തന്നെ ഓതുള്ളൂ. മൻ ബനാ മസ്ജിദല്ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അതിന്റെ അർത്ഥം പറയും. അടുക്കും ചിട്ടയുമുള്ള പ്രസംഗമല്ല. വലിയ ലേഖനം എഴുതുന്ന നല്ല കുറിക്കൊള്ളുന്ന ചാട്ടുളി പ്രയോഗങ്ങളുള്ള ലേഖകനും അല്ല. ഹൈദരലി ശാഹ് തങ്ങളുടെ പേരിൽ എവിടെയെങ്കിലും ലേഖനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൂപ്പര് എഴുതിയതായിരിക്കില്ല, മൂപ്പര് പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ എഴുതിയിട്ട് സമ്മതം പഠിച്ചതായിരിക്കും. അങ്ങനെ ലേഖനങ്ങൾ എഴുതുന്ന ഒരാളുമല്ല ഹൈദരലി ശാഹ് തങ്ങൾ. താഴേക്കടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന, പോസ്റ്ററെ പൊട്ടിച്ച് കൊടിയൊക്കെ പിടിച്ച് ബക്കറ്റ് വീഡിയൊക്കെ നടത്തി അങ്ങനെയുള്ള ഒരാളുമല്ല. പിന്നെന്താ? ഹൈദരലി ശാഹ് തങ്ങൾ വാപ്പാനെ വേർതിരിക്കുന്നത് 3 ഘടകങ്ങളാണ്. അതാർക്കുള്ള എല്ലാ മൂപ്പർക്ക് മാത്രമല്ല. 3 ഘടകങ്ങൾ. ഒന്ന് സ്നേഹമാണ്, 2 ക്ഷമയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ മരുത്തല്ല. ഞാൻ ഒരിക്കൽ മുഹമ്മദ് അലി ഷാഹ് തങ്ങളെ പറ്റിയിട്ട് ഒരിക്കൽ കൊളത്തൂർ മൗലവി ഒരു സംഭവം പറഞ്ഞു തരണ്ടായി. ഒരു മഹല്ലില് ഒരിക്കലൊരു വെള്ളിയാഴ്ച ഒരാൾ പിരിവിന് വന്നിത്രേ. ഇങ്ങനെ ഒരു ഇന്നോടത്തിന്നാലിന് ആള് അയാളെ സഹായിക്കണം എന്നൊക്കെ കൊണ്ട് ഷാഹ് തങ്ങൾ ഒരു എഴുത്തേറ്റൊരു മഹല്ലിൽ ഒരാൾ പിരിവിന് വന്നു. സുഖമില്ലാത്ത ആളാണ്, ഒരുപാട് കടങ്ങളുണ്ട്, കാര്യമായി അയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല എഴുത്ത്, ഷാഹ് തങ്ങൾ എഴുത്ത് കിട്ടിയപ്പോൾ മഹല്ലിക്കാർ കത്തൊക്കെ വായിച്ചു. കാതിയുടെ എഴുത്തല്ലേ കിട്ടിയത് പോലെ അത് പള്ളിക്ക് പറഞ്ഞു. നല്ല പിരിവ് നടത്തി നല്ല പൈസയും കിട്ടി. പിരിവൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഒരാൾക്കൊരു സംശയം, കത്തിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, ഇത്ര വലിയ കത്ത് ആരും എഴുതലില്ല, ഷാഹ് തങ്ങൾ എഴുതലില്ലല്ലോ എന്നൊരു സംശയം ഒരാൾക്ക്. അങ്ങനെ ഷാഹ് തങ്ങൾ എഴുതിയ വേറൊരു കത്ത് എടുത്തുങ്ങാണ്ട് തട്ടിച്ചു നോക്കുമ്പോ ലെറ്റർ പേഡ് മാറിക്കണം. പേരൊന്നാണെന്നേ ഉള്ളൂ, ലെറ്റർ പേഡ് വേറെയാണ്. ഷാഹ് തങ്ങൾ ലെറ്റർ പേഡും അല്ല, മുമ്പേ കൈവശവും അല്ല. ഷാഹ് തങ്ങളെ കത്തിന്റെ അതേമാതിരത്തെ കത്ത് വേറെ ഉണ്ടാക്കിയിട്ട് അതിൽ നല്ലൊരു മാറ്ററൊക്കെ തയ്യാറാക്കി മൂപ്പരനെ ഒപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് പിരിച്ചാണ് നടന്നത്. ആൾക്കാർക്ക് കൊണ്ട് ഹാലിളകുമല്ലോ, ആർക്കാരും ഇളകൂല, നമുക്കാണെങ്കിലും ഇളകും. വേൻ ജീപ്പ് വിളിച്ചുങ്ങാണ്ട് ചങ്ങാതിനെ കയറ്റിട്ടുങ്ങാണ്ട് ചോറ് കഴിക്കാനൊന്നും നിന്നില്ല, നേരെ പാണക്കാട്ട് വന്നു. നേരെ പാണക്കാട് വന്ന ഷാഹ് തങ്ങള്, മുഹമ്മദ് ഷാഹ് തങ്ങൾ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചെന്ന ആൾക്കാരെ കൂടി കണ്ടപ്പോ എന്താ ഇപ്പൊ പോന്നു ചോദിച്ചു. തങ്ങൾ പാപ്പാ, ഈ ചങ്ങായി ഉണ്ടല്ലോ നിങ്ങളെ പേരിൽ ലെറ്റർ പേഡ് കട്ടടിച്ചിട്ട് ഓൻ പിരിച്ച്, എവിടൊക്കെ പിരിച്ചത് എത്രക്കെ പിരിച്ചതെന്ന് യാതൊരു ലെവലുമില്ല എന്ന് പറഞ്ഞപ്പോ ഷാഹ് തങ്ങൾ ചോദിച്ചതേ, തന്നെ അജ് പിരിച്ചോന്ന് ചോദിച്ചു. ആന്ന്. എന്തിനെ പിരിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് വേറൊരു വയ്യുല്ലായിട്ട് ചെയ്തന്നു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞത് വരുന്ന കണ്ട് പെയ്ക്കോളിയാറ്. സ്നേഹം തന്ന സാധനം അതാണ്. അത് പൊട്ടുമുറിയല്ല, അത് നമുക്ക് ഇവിടെ പീടിന്ന് പോയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നല്ല. ഒരു 2 റുപ്യക്ക് സ്നേഹം ആ പീടിന്ന് കിട്ടൂല, അവിടെ ഉണ്ടാവുക തന്നെ വേണം. അതുപോലെ വല്ലിപ്പാക്ക് ഉണ്ടായിരുന്നു. ഓലെ വല്ലിപ്പണ്ട് മദീനത്ത് കിടന്നുറങ്ങുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജാഹിലിന്റെ പേരിൽ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു. സൽക്കാരത്തിന് പോകുമ്പോ വൈക്കന്ന് ജിബ്രീലിനെ കണ്ടു അലൈഹിസ്സലാം. എവിടുക്കാ പോണോ ചോദിച്ചു. അതിങ്ങനെ സൽക്കാരത്തിന് പോവുകയാണ് പറഞ്ഞു.
ആയിക്കോട്ടെ ഞാനും ഉണ്ട് പറഞ്ഞു. ആ ശരി പറഞ്ഞു. പോയി. ഇവ എന്താ ചെയ്യുന്നത്, പെരന്റെ മുന്നിൽ ഒരു കുയ്യൊത്തിയിട്ട് അതിന്റെ മേലെ ഇങ്ങനെ മണ്ണിട്ട് വെച്ചിക്കാണ് ചാടിക്കാൻ വേണ്ടിയിട്ട്. നബി ഇങ്ങനെ വരുന്നുണ്ട്. ജിബ്രീലിനെ പിന്നെ മൂപ്പരെ കാണുന്നില്ലല്ലോ. നബി തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് ഡൈനിങ് ഹാളിന്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ചാടും നിർത്തിയിട്ട് ഡൈനിങ് ഹാളിൽ ജനലിന്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. ചാടും. മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കൈ ഒടിച്ച് കണ്ട് സൈഡിൽ കൂടെയാണ് കൊണ്ടുപോയി. പറ്റിച്ചല്ല പണി. ഒരു മയമ്മതേ ഇതിൽ കൂടെ പോരറിഞ്ഞാണ് ചെന്നുകൊണ്ടാണ് ചാടി ഉജ്ജിക്ക്. എന്നിട്ട് ആ പെരേന്ന് ചോറ് വെച്ചിട്ടാണ് മുഹമ്മദ് നബി പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓലെ വല്ലിപ്പണ്ട് മദീനത്ത് കിടക്കുന്നു. ആ ഗുണം കിട്ടിയതാണ്. അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. അതുണ്ടായിരുന്നു. രണ്ടാമത് സഹിഷ്ണുത ഉണ്ടായിരുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങള്, ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ ഉണ്ട്. വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചു. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. മരിച്ചാല് കുറേ ആണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞൊക്കെ നിറവേച്ചിട്ട് അവസാനം നമ്മൾ പറയും ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറയും. അല്ലാതെ എന്താ കേട്ടോ കട്ടിൽ കയറി പോകും. അതല്ല ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ അസ്സബ്റു ഇൻദ സദ്മത്തിൽ പോലെയാണ്. വിപത്ത് വരുന്നതിന് മുമ്പ് ക്ഷമിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് സഹിഷ്ണുത. വരാനുള്ളിടത്തോളം വന്നോട്ടെ, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഹൈദലി ശാദങ്ങൾ ബാബാക്ക് ഇന്നും ഇന്നലെയും ദണ്ണം തുടങ്ങിയൊന്നുമല്ല. നമ്മളെന്നെ അറിഞ്ഞ് ഞമ്മക്കൊക്കെ ഒരു ദണ്ണം ഉണ്ടായോ കണ്ട് അങ്ങാടിയിൽ അറിയാത്ത ഒറ്റ മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല. നമ്മളെന്നെ ഇറങ്ങിയാണ്ട് പറയില്ലേ അന്നെ ഇതന്നെ ചെയ്യാം. ഒരു ചെറിയ ഷുഗറിന്റെ പൊട്ടുണ്ടായാൽ മതി. കല്യാണ ശേഷത്തിന് എന്നാൽ അറിയാത്ത ആരെങ്കിലും ബാക്കി ഉണ്ടാവും. അത് ഷുഗർ മുഴുവൻ വേണ്ട, എന്ത് മതി, ഒരു ഷുഗറിന്റെ ചെറിയ ഒരു പൊട്ടുണ്ടായാൽ മതി. ഒരു കല്യാണ നിശ്ചയത്തിന് കൂലി കൊടുത്ത് ഞാനും ഓന് ഷുഗർ ഉണ്ട് എന്ന് അറിയാത്ത ബാക്കി ഉണ്ടാവില്ല. ആ തരത്തിലാണ് മധുരമില്ലാത്ത ചായ അനൗൺസ് ചെയ്യുക. പിന്നെന്താ നമ്മൾ കട്ടയോടെ ക്ഷമയും സഹിഷ്ണുതയൊക്കെ അതൊക്കെ പോവുകയാണ് നമുക്ക്. ഇതൊക്കെയാണ് അവരെ വേർതിരിച്ചിട്ടുള്ള ഘടകങ്ങൾ. അപ്പോ ദിക്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. മനാഖിബുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുക എന്നത് ദിക്റാണ്. അതിലാണ് മങ്കൂസ് മൗലിദും മുഹ്യിദ്ദീൻ മൗലിദും റിഫായി മൗലിദും ഷറഫലന മൗലിദും ഖിദ്ർ മൗലിദും സുലൈമാൻ മൗലിദും എല്ലാം വരുന്നത്. ദിക്റിന് വേറെ അർത്ഥമുണ്ട്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. അംബിയാക്കളെ പറയൽ ഇബാദത്തും സ്വാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു എന്നുള്ളൊരു തഫ്സീറിലുണ്ട്. ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയുക എന്ന്. നല്ല മനുഷ്യന്മാരെ പേര് പറയൽ ദിക്റാണ്. തസ്ബീഹ് എടുത്തിട്ട് ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദും സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസർ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ് ഞാൻ ചെല്ലിയത്. അത് ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവൂല എന്നാണ് നിയമം. വല്യമ്മ ചെല്ലണേ 15 വക ഏടിലുള്ളതാണ് ഇപ്പൊ ഞാൻ ചെല്ലിയത്. അത് ചെല്ലിയ ടെൻഷൻ ഉണ്ടാവൂല എന്നാണ്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം? വല്യപ്പ ഇല്ലാത്തോണ്ട് തന്നെ, വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് വല്യമ്മ ചെല്ലണതെന്ന് പറയാൻ കാരണം. സ്വാലിഹീങ്ങളുടെ പേര് ടെൻഷൻ ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ മതി. അന്തിസ്ദീനി സുവത്തിൻ വഫാത്തുൽ മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. അത് തന്നെയുള്ളത് വല്യമ്മ ചെല്ലണേ 15. അതായി തന്നെയുള്ളത്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് മുസൈകിലാബുൻ മുറത്തുൻ കബുൽ ലുഹൈ
غالب في رمالك نظر أخي كنانة خزيمة ومدركة إلياس ثم مضروكم مدركة نزارهم وعدهم أدنان ترتيبهم آتى به التبيان വല്ലിപ്പല്ലിക്കൊള്ളിന് അടുത്ത വേദന വരുമ്പോൾ എന്ത് പറഞ്ഞോണ്ട് വല്ലിപ്പ ചെല്ലിന് കേടില്ല എന്ന് പറഞ്ഞോണ്ട് ചെല്ലുകയാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഞമ്മങ്ങനെ കുടിരിക്കലിന് മൂല്യന്മാരൊക്കെ വിളിക്കുമല്ലോ, അങ്ങനെ എല്ലാവരും വന്നിട്ട് സുബഹിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ മൗലിദിന്റെ എന്താ ഈ പറഞ്ഞത് നമുക്കൊരു പിടുത്തം കിട്ടില്ല. സ്വാലിഹീങ്ങളുടെ പേര് പറയല് ദിക്റാണേ. ദിക്റു സ്വാലിഹീന് കഫാറത്തുൻ നമ്മളടുത്ത് ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ അതൊരു ദിക്റാണ്. ശരിക്കും അവരുടെ പേര് പറയൽ ദിക്റാകുന്നു. അലിഫൻ സുബൈറുൻ യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വ ഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നാവ് നിയന്ത്രണ വിധേയമാവാൻ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം ദാക്കിറാവുക എന്നതാണ്. എപ്പോഴും ദാക്കിറാവുക. ബിസ്മി കൊണ്ടായിരിക്കണം ദാക്കിറാവലിന്റെ തുടക്കം. 21 ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരാൾ ബിസ്മി ചൊല്ലുക എന്നത് ശീലമാക്കിയാൽ 22ാമത്തെ ദിവസം മുതൽ അയാൾ അറിയാതെ ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു വിഷയം ഒരാൾക്ക് ശീലമാവാൻ എടുക്കുന്ന കാലം 21 ദിവസമാണ്. നല്ല സൂക്ഷിച്ച് 21 ദിവസം മുടങ്ങാതെ എന്ത് മൊബൈൽ രാവിലെ ഓണാക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓണാക്കിയാൽ കാമുകിക്ക് കൊടുക്കാൻ തോന്നില്ല. ബിസ്മി വലിയൊരു സംരക്ഷണമാണ്. അത് തവക്കുലിന്റെ ഇസ്മാണ്. ബിസ്മി തവക്കുലിന്റെ ഇസ്മാണ്. ഏറ്റവും വലിയ തവക്കുലാണ് ബിസ്മി നൽകുന്നത്. അതുകൊണ്ട് ഖൈറുടെ എന്ത് കാര്യമാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് നമ്മളൊരു ശീലാക്കിയാൽ നാവ് നിയന്ത്രണ വിധേയമാവും. തർക്കത്തെ നമ്മൾ ഒഴിവാക്കണം. അത് ശൈത്താനിയത്താണ്. ആദ്യമായി തർക്കിച്ചാള് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസാണ്. അവന്റെ സന്താന പരമ്പരയും അതന്നെയാണ്. ശൈത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയും തർക്കമുണ്ടാക്കലാണ്. തർക്കത്തിൽ വെച്ച് ഏറ്റവും വലിയ തർക്കം ഭാര്യയും ഭർത്താവും തർക്കിക്കുന്നതാണ്. ഏറ്റവും വലിയ തർക്കം പുതിയാപ്പിളിയും പുതിയണ്ണും തർക്കിക്കുന്നതാണ് ഏറ്റവും വലിയ തർക്കം. ശൈത്താന്റെ ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും പുതിയാപ്പിളിയും പുതിയണ്ണിനെയും തർക്കിച്ചിങ്ങാണ്ട് തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. അതുകൊണ്ട് താർക്കികന്മാരാവരുത്, ദാക്കിരീങ്ങളാവണം. ദിക്റിന്റെ അധികാരായിരിക്കണം. അത് വലിയൊരു നിഅമത്താണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത്. അതിന് ബിസ്മി കൊണ്ട് എല്ലാവരും തുടങ്ങുക. ഞാൻ ചൊല്ലി തരുമ്പോൾ ചൊല്ലി അല്ലാ അല്ലാ മാഷാ അല്ലാ ചൊല്ലി. നീ എൻ്റെ തുണയല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ജന്നത്തിൽ ചേർക്കല്ലാഹ് അല്ലാ അല്ലാ മാഷാ അല്ലാഹ് നീ എൻ്റെ തുണയല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ജന്നത്തിൽ ചേർക്കല്ലാഹ് ബിൽ ഫിഅൽ അവലാനി ജിഹാദ് ബി തൗഫീഖി ജല്ലല്ലാഹ് ബിശ്റുടയ റമളാൻ 17 ബദരീങ്ങൾക്ക് റളിയല്ലാഹ് ബാനറുകൾ ഒരു 4000 ബന്ദുള്ള സാഅത്ത് ബില്ലാഹി വബിജാഹില്ലാഹി ബദരീങ്ങൾ വിജയീത്ത്
ബാഉം യാഉം സീനും അലിഫും ബദരീങ്ങൾ കഥതോത്ത് ബാശീറവരാം മുത്ത് നബിയോർ ബന്ദിയുടെ അമരത്ത് ബഹറാണവരുടെ പോരിശ പറയാൻ വല്ലാത്തൊരു അജബാണേ ബദിരീങ്ങൾ കെഴുന്നേറ്റതു നിൽക്കൽ ബഹുമാനർ സഹബാണേ ബിശുഹദാ ഇല്ലാഹി മൗത്തിൻ വല്ലാത്തൊരു നേരത്ത് ഭംഗീശം ഫളിലും പൊളിയാതെ വൈജിക പിരിസാഅത്തിൽ ബശറും ജിന്നും പിന്നെ മലക്കും ബേജാറാം സാഅത്തിൽ ബദിരീങ്ങൾ മദദാൽ ചേർക്കേണേ ബാരി അനീ സ്വർഗത്തിൽ അല്ലാ അല്ലാ മാഷാ അല്ലാ നീ എൻ്റെ തുണയല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ജന്നത്തിൽ ചേർക്കല്ലാ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ, ഈ പരിപാടിയെ സഹായിച്ചവർ, പള്ളിയെ സഹായിച്ചവർ, ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചവർ എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ കുന്നാര നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ദുന്യവിയായ എല്ലാ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിലും അമാറിലും അസ്ഫാറിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. വരുമാനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഖൈറിന്റെയും സലാഹിയത്തിന്റെയും മഹലുകാരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രായമായ ഒരുപാട് ആളുകളുള്ള സദസ്സാണ്. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. കുട്ടികൾ ഒരുപാടുള്ള സദസ്സാണ്. പടച്ചവനെ, അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ കബൂലാക്കണം റഹ്മാനെ. അർഹമർറാഹിമായ റബ്ബേ, ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ട്. പലരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പ്രത്യേകം ഇവിടെ ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. അർഹമർറാഹിമായ റബ്ബേ, ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണം റഹ്മാനെ.
അള്ളാഹുവെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എല്ലാവരും കേൾക്കുന്ന സമയത്ത് ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم اغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك لا تدع لنا ذنبا الا غفرته ولا عيبا الا سترته ولا هما الا فرجته ولا دينا الا اديته ولا مرضا الا شفيته ولا عدوا الا دمرته ولا فسادا الا اصلحته اللهم حسن مرادنا واشف امراضنا وعد ديوننا وبارك لنا فيما اعطيتنا افتح لنا ابواب الخير والقوه والبركه والسلامه والعافيه انك على كل شيء قدير سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. دعاء السلام عليكم ورحمة الله.